റിട്ടയർമെൻറ്റ് നമ്മൾ പറയുന്ന സമയത്ത് റിട്ടയർമെൻറ്റും ഡെത്തും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒന്ന് രണ്ട് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഡെത്ത് അല്ല, ഓപ്പോസിറ്റ് ഓഫ് അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ പുതിയൊരു പാർട്ട്ണർ വരികയാണെങ്കിൽ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണറിൽ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണറിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ്? ഒരാൾ ഇറങ്ങിപ്പോവാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ. ഓക്കെ, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണറിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞേ? റിട്ടയറിംഗ് പാർട്ട്ണർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണം അല്ലേ? അപ്പോൾ അയാൾക്ക് എന്തൊക്കെ കൊടുക്കുക? അയാളെ ക്യാപിറ്റൽ കൊടുക്കണം അല്ലേ? അയാളെ ഷെയർ ഓഫ് ഗുഡ് വില്ല്, അയാളെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം. ഓക്കെ, എക്സാക്ട്ലി. അയാളെ ഷെയർ ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഏതുണ്ടാവുക? ക്യാപിറ്റൽ ഉണ്ടാവുക. റിട്ടയർമെൻറ്റ് ഡെത്തും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താണ്? റിട്ടയർമെൻറ്റ് ഡെത്തും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താ റിട്ടയർമെൻറ്റ് ഡെത്തും തമ്മിൽ ഒറ്റ വ്യത്യാസമല്ല ഇത് പറഞ്ഞേ? റിട്ടയർമെൻറ്റ് ഈസ് പ്ലാൻഡ്, ഡെത്ത് ഈസ് പ്ലാൻഡ് ബൈ ഗോഡ്, നോട്ട് ബൈ യു. ശരിയല്ലേ? റിട്ടയർമെൻറ്റ് പ്ലാൻഡ് ആയിരിക്കും. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് വന്ന് നാളെ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ദാറ്റ്സ് നോട്ട് ദ പ്രോപ്പർ വേ. റിട്ടയർമെൻറ്റ് ഇപ്പോൾ ഞങ്ങൾ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു വെൻ വി വർ ഡൂയിങ് പ്രാക്ടീസ്. അപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ എക്സിറ്റ് ചെയ്തപ്പോൾ പ്രോപ്പർ 6 മന്ത്സോളം ഞങ്ങൾക്ക് ടൈം തന്ന് അതുപോലെ 6 മന്ത്സോളം പ്ലാൻ ചെയ്തിട്ടാണ് എക്സിറ്റ് റൂട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ റിട്ടയർമെൻറ്റ് വിൽ ബി പ്ലാൻഡ്. പക്ഷേ ഡെത്ത് ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും അയാൾ റിട്ടയർ ആവുന്ന വരെയുള്ള പ്രോഫിറ്റ് ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റിട്ടയറിംഗ് പാർട്ണർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? അയാളെ ക്യാപിറ്റൽ, പിന്നെ അതുപോലെ തന്നെ അയാളെ ഷെയർ ഓഫ് റിസർവ്സ്, അയാളുടെ ഷെയർ ഓഫ് റീവാലുവേഷൻ. റീവാലുവേഷൻ. ഇനി അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല്. അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് ആരാ കൊടുക്കേണ്ടത്? അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഷെയർ അയാൾ സാക്രിഫൈസ് ചെയ്യാണ്. ആ സാക്രിഫൈസ് ആർക്കാണ് ഗെയിന്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്. അപ്പോൾ ഇറങ്ങുന്ന ഒരാൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് 4 മക്കൾ. അപ്പോൾ എന്ത് ചെയ്തു? യു മേഡ് എ കാൽക്കുലേഷൻ. അയ്യോ, അപ്പോൾ അച്ഛന് ടോട്ടൽ 10 crore എന്തുണ്ട്? അസറ്റ് ഉണ്ട്. അപ്പോൾ യു സെറ്റ് ലൈക്ക് ദിസ് 2.5. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരാൾ എന്ത് ചെയ്തു? ഒരു ലവ് അഫെയർ പെട്ടിട്ട് ആൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു യു ആർ നോട്ട് ലോങ്ങർ മൈ സൺ ഓർ ഡോട്ടർ. ആരെങ്കിലും ആയിക്കോട്ടെ, സണ്ണല്ല ഡോട്ടർ വാട്ടവർ. ഓക്കെ, അപ്പോൾ നീ എൻ്റെ മകളല്ല അല്ലെങ്കിൽ മകനല്ല. ഐ ആം കട്ടിങ് യുവർ നെയിം ഫ്രം റേഷൻ കാർഡ്. ഓക്കെ, യെസ്. അപ്പോൾ യു ആർ കട്ട് ഫ്രം മൈ ഹാർട്ട് ഓൾസോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ എന്ത് ചെയ്തു? ഇതുവരെ നിങ്ങളുടെ എന്ത് ചെയ്തു? 10/4 ആയിരുന്നു. ഇപ്പോൾ എത്ര കാൽക്കുലേഷൻ? 10/3. അപ്പോൾ എൻ്റെ ഇപ്പോൾ എത്രയായി? 10/3 എന്ന് പറഞ്ഞാൽ 3.3333 ആയി അല്ലേ? അപ്പോൾ എനിക്ക് ഗെയിനാണോ സാക്രിഫൈസ് ആണോ? ഗെയിനാണ്. ഗെയിനാണ്. എൻ്റെ ഗെയിൻ എത്ര? പണ്ടത്തെ 2നെയും ഇന്നത്തെ 3.33 തമ്മിൽ ഡിഫറൻസ് ആണ് എന്ത്? ഗെയിൻ. എൻ്റെ ഗെയിൻ എന്താ? ആ കട്ട് ചെയ്തോന് സാക്രിഫൈസ് ചെയ്ത പോർഷനാണ് എന്ത്? എൻ്റെ ഗെയിൻ. സംബഡീസ് ഗെയിൻ ആണ് അതേഴ്സിൻ്റെ എന്ത്? സാക്രിഫൈസ്. ശരിയല്ലേ? അപ്പോൾ റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്ത് അവിടെ റിട്ടയർമെൻറ്റ് ആവുന്ന സമയത്ത് അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുക? അവിടെ ആക്ച്വലി സംഭവിക്കുക ഗെയിനിങ് ആണോ സാക്രിഫൈസിങ് ആണോ? റിട്ടയർമെൻറ്റ് സമയത്ത് ഇറ്റ് വിൽ ബി വാട്ട്? ഗെയിനിങ് ആയിരിക്കും നടക്കുക, അല്ലാതെ എന്തല്ല? സാക്രിഫൈസിങ് അല്ല. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താ? ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഫോർമുല പറഞ്ഞാൽ ന്യൂ റേഷ്യോ പുതിയത് അല്ലേ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഫോർമുല. അപ്പോൾ റിട്ടയർമെൻറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലുള്ള ചേഞ്ച് കാരണമുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ആരുതാണ്? ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലുള്ള ചേഞ്ച് കാരണമുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ആരുതാണ്? ഓൾ പാർട്ട്നേഴ്സിൻ്റെയാണ്. ഓൾ പാർട്ട്നേഴ്സിനല്ലേ? അപ്പോൾ ഇതെല്ലാം ആർക്ക് കൊടുക്കണം? ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഇതെല്ലാം ഓൾ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇതെല്ലാം ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓക്കെ ആണോ? സെറ്റാണോ? ഇതെല്ലാം ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ തരിക? നിങ്ങൾക്കൊരു ബാലൻസ് ഷീറ്റ് തരും. ഈ ബാലൻസ് ഷീറ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം? റീവാലേഷൻ അക്കൗണ്ടിൽ നിങ്ങൾ അസറ്റ് കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം, ലാബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റീവാലേഷൻ ഈസ് വാട്ട്? റീവാലേഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലെ ചേഞ്ച് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീവാലേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അസറ്റ്സ് കുറഞ്ഞു ലാബിലിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീവാലേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി റീവാലേഷൻ അക്കൗണ്ടിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്? ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്? ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വരിക? അതിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ വരും, റിസർവ്സ് വരും, റീവാലേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് വരും, ഗുഡ് വിൽ വരും. ഗുഡ് വിൽ ആരാ കൊടുക്കുക? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഇറങ്ങാത്ത പാർട്ട്ണർ പറയുന്ന പേരാണ് എന്ത്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? പറഞ്ഞത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ. അപ്പോൾ ശ്രദ്ധിക്കടാ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഗെയിനിങ് റേഷ്യോയിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുക, മറിച്ച് അവരെ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക.
എടാ ഈ അഡ്മിഷൻ ഓഫ് പാർട്ണർ നമ്മൾ എന്താ ചെയ്യുക, പുതിയ പാർട്ണർ ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ട് അത് എന്ത് ചെയ്യും, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് എടുക്കുക ചെയ്യുക. ബട്ട് ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ് ചെയ്ത് റിട്ടയറിംഗ് പാർട്ണർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നുണ്ടാവുക, പറഞ്ഞു നോക്കിയേ. എടാ വാട്ട് വുഡ് ബി ദ ജേർണൽ എൻട്രി വി പാസ്, എന്തായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറക്കുക, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടാണ്. റിട്ടയർമെൻറ്റിൽ ക്യാഷ് ആയിട്ട് ഗുഡ് വില്ല് കൊടുക്കില്ല, ഓൾവേസ് എങ്ങനെ നമ്മൾ കൊടുക്കുള്ളൂ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. എടാ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത എന്താ വെച്ചാൽ നമ്മൾ ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യേണ്ടത്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ റിട്ടയറിംഗ് പാർട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് പൈസ ഉണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കുക, ഫേമിൻ്റെ ഡിസിഷൻ പോലെ. പൈസ അല്ലെങ്കിൽ ആ പൈസ എങ്ങോട്ട് മാറ്റുക, അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുക. അപ്പോൾ റിട്ടയറിംഗ് പാർട്ണറെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക, അത് അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക എന്ന് പറഞ്ഞു നോക്കിയേ. റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ള പൈസ അയാളെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക എന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് വുഡ് ബി ദ ജേർണൽ എൻട്രി, റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ള പൈസ അയാളെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പോൾ റിട്ടയറിംഗ് പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പോൾ റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. എക്സാക്ട്ലി. ഇനി അയാൾക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുകയാണെങ്കിലോ, റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ ആണോ? അപ്പോൾ ലോൺ അക്കൗണ്ടിലേക്കാണ് മാറ്റിയെങ്കിൽ ആ ലോൺ അക്കൗണ്ട് എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, വരും. ഓക്കെ, ബാലൻസ് ഷീറ്റിലും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ റിട്ടയർമെൻറ്റിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ട്, ഇപ്പോൾ അഡ്മിഷനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അല്ലേ. റിട്ടയർമെൻറ്റിൽ അവിടെ എന്തുണ്ട്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഉണ്ട്. ഇപ്പോൾ ABC 5:3:2 നിൽക്കുന്ന ആളാണ്, സി പോയി എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ന്യൂ റേഷ്യോ ഏതായിരിക്കും, 5:3 ആയിരിക്കും. എന്തായിരിക്കും, 5:3. അപ്പോൾ പണ്ട് എൻ്റെ ഷെയർ എത്ര, 5/10, ഇപ്പോൾ എത്ര, 5/8. എടാ ശരിയല്ലേ? ജസ്റ്റ് ആര് പോയിന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു, സി പോയിന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ, ഐ റിപ്പീറ്റ്, സി പോയിന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഇവിടുത്തെ ഓൾഡ് റേഷ്യോ പറഞ്ഞാൽ 5/10 ആണ്, ന്യൂ റേഷ്യോ എത്ര കാരണം, 5/8 കാരണം. അപ്പോൾ നമ്മളെങ്ങനെ മറ്റേ ഗെയിനിങ് റേഷ്യോ കാണുക, പുതിയത് ഇത്, പഴയത് ഇത് അല്ലേ. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണുക, 5/8 മൈനസ് 5/10. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 40 എത്തിച്ചു അല്ലേ. അപ്പോൾ 5 × 5 25, 8 × 5 40, 10 × 4 40. അപ്പോൾ 25 മൈനസ് 20 എത്ര, 5/40. ഇനി ഇവിടെ ന്യൂ റേഷ്യോ എത്ര, 3/8 ആണ്. അപ്പോൾ 3/8 മൈനസ് ഇവൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്, 3/10. അപ്പോൾ 40 എത്തിക്കാൻ വേണ്ടി × 5 അടിച്ചു, × 4 അടിച്ചു. അപ്പോൾ 3 × 5 എത്ര, 15 മൈനസ് 3 × 4 എത്ര, 12. അപ്പോൾ എത്ര വരുന്നത്, 3/40. അപ്പോൾ നമ്മുടെ ഗെയിനിങ് റേഷ്യോ പറഞ്ഞാൽ എത്ര വരിക, ഇറ്റ് ഈസ് 5:3, വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ന്യൂ റേഷ്യോ അല്ലേ. 5:3 തന്നെയല്ലേ ന്യൂ റേഷ്യോ, 5:3 തന്നെയല്ലേ ന്യൂ റേഷ്യോ അല്ലേ. ദിസ് ഈസ് ഹൗ വി കമ്പ്യൂട്ട് വാട്ട് ഗെയിനിങ് റേഷ്യോ at the time of retirement. Gaining ratio at the time of retirement. Okay, retirement സമയത്ത് ഗെയിനിങ് റേഷ്യോ നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ ഓൺ റിട്ടയർമെൻറ്റ്. അപ്പോൾ ഇതൊന്ന് വായിച്ചേ, ഹാവ് എ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. യെല്ലോ ബോക്സിലിട്ട എക്സാമ്പിൾ, യെല്ലോ ബോക്സ്. ABC ഷെയറിംഗ് പ്രോഫിറ്റ് 5:3:2. സി റിട്ടയറിംഗ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ലാൻഡ് ഫർണിച്ചർ പ്ലാന്റ്, ക്യാഷ് ഇതൊക്കെ ഉണ്ട്. ന്യൂ റേഷ്യോ ഈക്വൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കാണേണ്ടി വരും, പണ്ട് 5:3:2, സി ആണ് റിട്ടയർ ആവുന്നത് അല്ലേ. ന്യൂ റേഷ്യോ ഈക്വൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആദ്യം എന്ത് കാണേണ്ടി വരും, ന്യൂ റേഷ്യോ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ തമ്മിൽ എന്താണ്, നമുക്ക് പറയാം എയും ബിയും തമ്മിൽ 5:5, 1:1, 3:3, 100:100 ഇങ്ങനെയൊക്കെ പറയാം. മനസ്സിലായില്ലേ, 1:1 എന്ന് പറഞ്ഞാലും 5:5 എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം, ഗെയിനിങ് റേഷ്യോ കാണണം. ഗെയിനിങ് റേഷ്യോ പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്, പണ്ടത്തെ റേഷ്യോ 5/10, ഇപ്പോഴത്തെ റേഷ്യോ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇപ്പോഴത്തെ റേഷ്യോ 5/10 അല്ലേ അല്ലേ. 1:1 എന്ന് പറയുന്നതും 5:5 എന്ന് പറയുന്നതും സെയിം അല്ലേ. എന്തിനാണ് ഞാൻ അങ്ങനെ 5:5 എന്ന് പറഞ്ഞത്, എന്തിനാണ് ഞാൻ 5:5 എന്ന് പറഞ്ഞത്, 5:5 എന്ന് പറഞ്ഞാൽ എന്തിനാണ്, അപ്പോഴല്ലേ നമുക്ക് നേരിട്ട് നമുക്ക് ഗെയിനിങ് റേഷ്യോ കാണുന്ന സമയത്ത് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരിട്ട് സബ്സ്ട്രാക്ട് ചെയ്തൂടെ. അപ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ ന്യൂ റേഷ്യോ പറഞ്ഞാൽ 5/10, എൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ എത്രയാണ്, 5/10. അപ്പോൾ എക്ക് എന്തില്ല, ഗെയിൻ ഇല്ല. എക്ക് ഗെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്ക് ഗെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യൂല, എന്ത് ചെയ്യണ്ട, ഗുഡ് വില്ല്. അപ്പോൾ ഇവിടെ നമ്മൾ സി പോയത് കാരണം എക്ക് വല്ല മെച്ചമുണ്ടോ, ഇല്ല. അപ്പോൾ സിക്ക് ഗുഡ് വില്ല് കൊടുക്കേണ്ടത് ആരാണ്, അല്ല, മറിച്ച് ആരാ, ബി ആണ്. എ അല്ല, ബി ആണ്. മനസ്സിലായില്ലേ. സി ഇറങ്ങുന്ന കാരണം എക്കൊരു ഗെയിനും ഇല്ല. എക്ക് പണ്ട് 5/10 ആണ്, ഇപ്പോഴും തന്നെയാണ് 5/10 ആണ്. ശരിയല്ലേ. പണ്ട് അവൻ എന്താണ് 10ൽ 5 ഉണ്ടായിരുന്നു, ഇപ്പോഴും അവന് 10ൽ 5 തന്നെയാണ്, പകുതി അവൻ തന്നെയാണ്. ഇനി ബീൻ്റെ നോക്കിയേ, ഹാവ് എ ലുക്ക് അറ്റ് ബി.
ബീൻ്റെ ഇപ്പോൾ 5/10, പണ്ട് എത്രയാണ് 3/10. എടാ പണ്ട് 3/10 അല്ലേ, അപ്പോൾ ഇവൻ്റെ ഗെയിനിങ് എത്ര 2/10. ഈ ഗെയിനിങ് ആണ് എടാ ഇവൻ്റെ 2/10 ആണ്. ആ സീൻ്റെ 2/10 ഫുള്ള് ആരെടുത്തു, ബി എടുത്തു. എടാ ശരിയല്ലേ. അപ്പോൾ ഫേമിൻ്റെ ഗുഡ്വില്ലിൽ സീൻ്റെ ഷെയർ എന്താണോ അത് ബി എന്ത് ചെയ്യണം, സിക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്, ക്യാഷ് ആയിട്ട് കൊടുക്കണം എന്നാണോ അതോ ത്രൂ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? ത്രൂ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. എടാ എങ്ങനെ കൊടുക്കണ്ടേ, ത്രൂ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ ഓഫ് ദ ഫേം പറഞ്ഞാൽ 60,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലീസ് ടെൽ മീ വാട്ട് വിൽ ബി ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഗുഡ്വിൽ എമൗണ്ട് ടു ബി ഗിവൺ ബൈ ആരാർക്ക് പറഞ്ഞത്, എത്ര കാര്യം ഗുഡ്വിൽ എമൗണ്ട് കൊടുക്കേണ്ടി വരിക, 60,000 ഇൻറ്റു 2/10 കംസ് ടു എത്ര വരിക, 12,000. ഈ 12,000 ആരാർക്കാണ് കൊടുക്കേണ്ടത്, ബി സി കൊടുക്കണം. എടാ ഗെയിനിങ് പാർട്ണർ ആരാ, ബി, ഏക്കില്ല. റിട്ടയറിംഗ് പാർട്ണർ ആരാ, സി ആണ് സാക്രിഫൈസിങ് പാർട്ണർ. ഇനി റീവാലേഷൻ പറയണ്ടാവും. റീവാലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്ക്, ചെക്ക് 1 by 1 ആയിട്ട് നോക്കിട്ടോ. റീവാലേഷൻ ലാൻഡ് എത്ര 1,10,000 ഉള്ളത് 1,50,000 ആയി. ഐ റിപ്പീറ്റ്, ലാൻഡ് 1,10,000 ഉള്ളത് 1,50,000 ആയി. അപ്പോൾ ലാൻഡ് എത്ര കൂടി, 40,000 കൂടിയില്ലേ. എടാ ലാൻഡ് 40,000 കൂടിയില്ലേ. അപ്പോൾ ലാൻഡ് 40,000 കൂടുന്ന സമയത്ത് ലിസൺ വെരി കെയർഫുള്ളി, ലാൻഡ് 40,000 കൂടുന്ന സമയത്ത് ലാൻഡിൽ റീവാലേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, ലാൻഡ് അക്കൗണ്ട് അറ്റർ ടു റീവാലേഷൻ അല്ലേ. എടാ ലാൻഡ് അക്കൗണ്ട് അറ്റർ ടു റീവാലേഷൻ അല്ലേ. അപ്പോൾ റീവാലേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ, ക്രെഡിറ്റ് ചെയ്യണം. ലാൻഡ് അക്കൗണ്ട് അറ്റർ ടു റീവാലേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ലാൻഡ് നമ്മൾ എത്ര ആയിട്ടാണ് കാണിക്കേണ്ടത്, 1,10,000 പ്ലസ് അല്ല ഇവിടെ ഓൾറെഡി ഉണ്ട് 1,50,000. ലാൻഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് എത്രയാണ്, 1,50,000. ഫർണിച്ചർ 80 ആയി. ഫർണിച്ചർ ഓൾറെഡി 90 ഉള്ളത്, സ്ക്രീനിൽ നോക്കിയേ. ഫർണിച്ചർ ഓൾറെഡി 90 ഉള്ളത് 80, അത് 80 ആയി എന്ന് പറയുമ്പോൾ എത്ര കുറഞ്ഞു, 10,000 കുറഞ്ഞു. 10,000 കുറഞ്ഞിട്ട് ഫർണിച്ചർ ഇപ്പോൾ എത്രയാണ് നമ്മൾ കാണിക്കേണ്ടത്, 80,000 ആണ് കാണിക്കേണ്ടത്. പ്ലാന്റ് 1 lakh, 60,000 ഉള്ളത് 1 lakh ആയി. എടാ 60,000 ഉള്ളത് 1 lakh ആയി എന്ന് പറയുമ്പോൾ പ്ലാന്റ് എത്ര കൂടി എന്ന് പറഞ്ഞാൽ 40,000 കൂടി. അത് ഗെയിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് റീവാലേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പ്ലാന്റ് 1 lakh ആയിട്ട് കാണിക്കണം. ക്യാഷ് ആൻഡ് ബാങ്ക്, എടാ ക്യാഷ് ആൻഡ് ബാങ്ക് എമൗണ്ട് പേയബിൾ ടു സി നോട്ട് ഇമ്മീഡിയറ്റ്ലി സെറ്റിൽഡ്. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്കിന് വല്ല മാറ്റം ഉണ്ടോ, ഇല്ല. ക്യാഷ് ആൻഡ് ബാങ്ക് അതേ എമൗണ്ട് ആയിരിക്കും. ഐ എം ബിൽഡിംഗ് സൈമൾട്ടേനിയസ്ലി റീവാലേഷൻ അക്കൗണ്ട് ആസ് വെൽ ആസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റീവാലേഷൻ അക്കൗണ്ട് ആസ് വെൽ ആസ് ബാലൻസ് ഷീറ്റ്. സോറി. ഇനി നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നമ്മൾ എന്ത് ചോദിച്ചാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. 1,60,40. അത് അതേപോലെ എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എടുത്തു. ശരിയല്ലേ. ഇനി ജനറൽ റിസർവ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓൾ പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോയിൽ. ഏതാ ഓൾഡ് റേഷ്യോ, 5:3:2. അപ്പോൾ എങ്ങനെ റേഷ്യോ വരിക പറഞ്ഞു നോക്കിയാൽ, 5:3:2 പറഞ്ഞാൽ എത്ര എമൗണ്ട് വരിക പറഞ്ഞത്. എടാ ഹൗ മച്ച് വിൽ ബി ദ എമൗണ്ട് കമ്മിങ്, എത്ര പേരുണ്ടാവുക, നമ്മുടെ മറ്റേ ജനറൽ റിസർവ് പറഞ്ഞാൽ 50,000 ആണ്. അപ്പോൾ 25,000, അതുപോലെ തന്നെ പിന്നെ എത്രയാണ് 25,000, 15,000, 10,000 അല്ലേ. എൻട്രി എന്താ വരിക പറഞ്ഞു നോക്കിയേ, ജനറൽ റിസർവിനെ ക്യാൻസലായി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. എൻട്രി പറഞ്ഞേ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ജനറൽ റിസർവ് കുറഞ്ഞു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൂടി. ദിസ് വിൽ ബി ദ എൻട്രി ദാറ്റ് വി പാസ് കേട്ടോ. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന് റീവാലേഷൻ വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് 20 15 ആയി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കുറയല്ലേ ചെയ്തേ, എടാ അല്ലേ. അപ്പോൾ എന്താ എൻട്രി വരിക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു റീവാലേഷൻ. എടാ അല്ലേ. ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്രയായി, നമ്മൾ ക്രെഡിറ്റേഴ്സ് ഇവിടെ 5,000 എഴുതി. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ എത്ര ഇനി ക്രെഡിറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, 15,000. ഓക്കെ. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഗുഡ്വിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എടാ ഗുഡ്വില്ലിന് എൻട്രി എന്താ വരിക പറഞ്ഞു നോക്കിയേ. ഗുഡ്വില്ലിന് എൻട്രി ആർക്കാണ് ഗുഡ്വിൽ കൊടുക്കേണ്ട, ഗുഡ്വില്ല് ടോട്ടലി 60,000. അതിൽ ബി സിക്ക് കൊടുക്കേണ്ട ഗുഡ്വില്ല് 2/10 ആണ്. 60,000 2/10 നമ്മൾ പറഞ്ഞു 12,000. എടാ 12,000. ഈ 12,000 ബി സിക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു നോക്കിയേ. ബീസ് ക്യാപിറ്റൽ, ബീൻ്റെ ക്യാപിറ്റൽ നിന്ന് കുറച്ചിട്ട് സീൻ്റെ ക്യാപിറ്റൽ കൂട്ടി കൊടുക്കുക. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു സീസ് ക്യാപിറ്റൽ. നിഹാലെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സീസ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ബീൻ്റെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുക, ടു സീസ് ക്യാപിറ്റൽ. ഇവിടെ ഇത് മറ്റേ 2 by ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ അതുപോലെ തന്നെ റീവാലേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. റീവാലേഷൻ 85,000 ആണ് ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ 10,000 ആണ്. അപ്പോൾ 75,000 പ്രോഫിറ്റ്. ആ 75,000 നമ്മൾ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓൾ പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്, ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. എടാ ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടർ ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി പറഞ്ഞേ. എടാ എന്തായിരിക്കും ജേണൽ എൻട്രി, റീവാലേഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ് പ്രോഫിറ്റ് ആകുമ്പോൾ. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. റീവാലേഷൻ അക്കൗണ്ട് അറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. ഇനി ആദ്യം നമ്മൾ ആരെ ക്യാപിറ്റലാണ് ബാലൻസ് ചെയ്യേണ്ടത്, സീൻ്റെ ക്യാപിറ്റൽ. എടാ ആദ്യം സീൻ്റെ ക്യാപിറ്റൽ കൂട്ടുക 77,000. ഇത് എങ്ങോട്ടാണ് നമ്മൾ മാറ്റേണ്ടത്, സീൻ്റെ ലോൺ അക്കൗണ്ട്. കാരണം നമ്മൾ ഇമ്മീഡിയറ്റ്ലി പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് സീൻ്റെ ലോൺ അക്കൗണ്ട് മാറ്റി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ആണ് ബാക്കി എനും ബിനും നമ്മൾ ബാലൻസ് ചെയ്തു. എനും ബിനും നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ അല്ലേ. എനും ബാലൻസ് ചെയ്തു, ബിനും ബാലൻസ് ചെയ്തു. എടാ സെറ്റ് അല്ലേ. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുപോയി എഴുതി. ദെൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടാലി. ദിസ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് റിട്ടയർമെൻറ്റ് പ്രോബ്ലം.